1 യോഹന്നാൻ 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് എന്നിൽ വസിക്കുന്നു. നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ദൗത്യം ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കൾ മറന്നു പോകരുത്. നമ്മുടെ ദൗത്യം ഈ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കാനാണ്. നമ്മുടെ ദൗത്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രം ഒരു മുന്നേറ്റം ഉണ്ടാകുക എന്നുള്ളതല്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേൽ അത്രേ വെക്കേണ്ടത്. എന്തിനാണ് വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെക്കുന്നതിൻ്റെ ആവശ്യം? വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ അകത്ത് വന്ന ദൈവികമായ വെളിച്ചം, ക്രിസ്തുവിൻ്റെ തേജസ് ലോകം മുഴുവൻ പ്രകാശിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, ഞാൻ വാസ്തവമായി പറയുന്നു, ഈ കാലഘട്ടത്തിലെ തിന്മകൾക്കും പാപങ്ങൾക്കും മ്ലേച്ഛതകൾക്കും ഒന്നും നിങ്ങളുടെ ഹൃദയം അടിമപ്പെടാതെ വണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരുക്കണം. ദൈവപുത്രനായ യേശുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നാം ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ആദം തുടങ്ങി മാനവകുലത്തിൽ മുഴുവൻ പിടിക്കപ്പെട്ട പാപത്തിൻ്റെ കാഠിന്യത്തെ മാറ്റി, പാപത്തിൻ്റെ കറകളെ മാറ്റി ദിവ്യ തേജസ്സിന് കൂട്ടാളികളാകുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. 13-ാം വാക്യം. അവർ രക്തത്തിൽ നിന്നല്ല, അവർ രക്തത്തിൽ നിന്നല്ല. ആരാണ് ഈ അവർ? അവർ രക്തത്തിൽ നിന്നല്ല. വായിക്കാം. ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കളുടെയും ഹൃദയത്തിനകത്ത് ഈ ഒരു ബോധ്യം വേണം, ഞാൻ ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ നൗ ഗോഡ് ഈസ് അവർ ഫാദർ. ഇപ്പോൾ നമ്മുടെ പിതാവ് ദൈവമാണ്. ദൈവത്തിൻ്റെ വിത്ത് വീണ് അകത്ത് ജനിച്ചു എങ്കിൽ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കെടാത്ത ബീജമായ ദൈവവചനം നിങ്ങളുടെ അകത്തെ ആത്മമനുഷ്യനിൽ വീണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടായെങ്കിൽ, രൂപാന്തരം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി പറയുക, പരിശുദ്ധാത്മാവേ, നീ എന്നിൽ വരുത്തുന്ന രൂപാന്തരത്തിന് നന്ദി. ക്രിസ്തുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൽ നിങ്ങൾ രൂപാന്തരപ്പെട്ടവരാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലവും അവനിൽ പുതുതായി തീർന്നു. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം ഇപ്പോൾ നമ്മുടെ പിതാവാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുവാനായി ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ ആദ്യത്തെ വാക്ക് നിങ്ങൾ ഇങ്ങനെ പറയണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. യേശു ക്രിസ്തു പറയുകയാണ്, ഇനി മുതൽ നിങ്ങൾക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാം. ഒരു പക്ഷേ അതൊരു യഹൂദൻ കേൾക്കുമ്പോൾ, ഒരു പക്ഷേ അവിടെ ഒരു പരീശൻ കേൾക്കുമ്പോൾ, ഒരു പക്ഷേ ന്യായപ്രമാണത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി കേൾക്കുമ്പോൾ, ഒരു പക്ഷേ മോശയുടെ ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്കത് ഡൈജസ്റ്റ് ആയെന്ന് വരത്തില്ല, അവർക്ക് അത് മനസ്സിനകത്ത് അവർക്ക് പിടിച്ചെന്ന് വരത്തില്ല. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ ദാസന്മാരല്ല, ഇനി ഞാൻ നിങ്ങളെ മക്കളെന്ന് വിളിക്കുക. നിങ്ങൾ എങ്ങനെയാ മക്കളായത്? സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ പിതാവായി മാറിയത് കൊണ്ട്. ദൈവം, now God is our father. ദൈവം ഇപ്പോൾ നമ്മുടെ പിതാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്നിട്ട് ആ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവ് ഒരു കാര്യം കൂടെ കോട്ട് ചെയ്തു, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. ദൈവം നിങ്ങളുടെ പിതാവാകുന്നത് എപ്പോഴാണ്? ഒറ്റ വാക്കിൽ മറുപടി പറയാം, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോൾ. ആ ജനനത്തെയാണ് ബോൺ അഗെയിൻ അഥവാ വീണ്ടും ജനനം എന്ന് പറയുന്നത്.
ആ പ്രോസസ്സ് നടക്കുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയവാതിൽ കർത്താവിനെ തുറക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ഹൃദയം എന്ന ഒരു മാംസ കഷ്ണത്തിലേക്കല്ല ദൈവം വരുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനിലേക്കാണ്, നിങ്ങളുടെ അകത്തെ ആത്മാവിലേക്കാണ് ദൈവം വരുന്നത്. ഓക്കെ, ഫൈൻ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. അപ്പോൾ ദൈവം നിങ്ങളുടെ പിതാവാണ്. സ്വർഗസ്ഥലത്തിൽ ഇരിക്കുന്ന ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്ന വീണ്ടും ജനിച്ചവർ കരങ്ങൾ ഉയർത്തുക. ഐ അപ്രീഷിയേറ്റ് യു, വെരി ഗുഡ്. ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ടത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവം നിങ്ങളുടെ പിതാവായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും അനുഭവിക്കണം. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവ് വാഴ്ത്തപ്പെട്ടവൻ. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, എഫേസ്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് എഴുതിയത് മാർക്കറ്റിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയല്ല, വീണ്ടും ജനിച്ചവർക്ക് വേണ്ടിയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനവും, എഫേസ്യർക്ക് എഴുതിയ ലേഖനവും, ഗലാത്യർക്ക് എഴുതിയ ലേഖനവും, റോമാസഭയ്ക്ക് എഴുതിയ ലേഖനവും അപ്പോസ്തലനായ പൗലോസ് എഴുതിയത് പുറത്ത് നിൽക്കുന്ന ജഡീകന്മാർക്കല്ല, റോഡിലൂടെ നടക്കുന്നവർക്ക് വേണ്ടിയല്ല, ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയല്ല, ദൈവസഭയ്ക്കകത്ത് ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ്. അങ്ങനെങ്കിൽ വീണ്ടും ജനിച്ച് ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം, ദൈവം നിന്റെ പിതാവാണെങ്കിൽ സ്വർഗത്തിലെ സകല, ഓ മൈ ഗാഡ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ, come on church, ക്രിസ്തുവിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവ്. ഏയ് വിളിച്ചു പറ, എന്റെ വീട് സ്വർഗത്തിലെ പോലെ ആകും. ഓ മൈ ഗാഡ്, സ്വർഗത്തിൽ കണ്ണുനീരില്ലെങ്കിൽ ഭൂമിയിലും, സ്വർഗത്തിൽ മുറവിളിയില്ലെങ്കിൽ, ദുഃഖമില്ലെങ്കിൽ, നിരാശയില്ലെങ്കിൽ, ദൈവം പിതാവായിരിക്കുന്നവന്റെ ലൈഫിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതുണ്ടാകത്തില്ല. പ്രതിസന്ധികൾ വരാം, പ്രശ്നങ്ങൾ വരാം, പീഡനങ്ങൾ വരാം, നിന്ദകൾ വരാം, കഷ്ടതകൾ വരാം, ആപത്തുകൾ വരാം. ലിസൺ ടു മീ, എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഭൂമിയിൽ അയച്ച ഈ ദൈവ ഭവനത്തിൽ, ഗോഡ്സ് ഹൗസ് ഹോൾഡ്, ദൈവത്തിന്റെ ഈ ഭവനത്തിലെ ആദ്യത്തെ പുത്രൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ആത്മീയ ഭവനത്തിലെ ആദ്യത്തെ പുത്രനും നമ്മുടെ ജ്യേഷ്ഠ സഹോദരനും യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നോക്കുക, യേശുവിനെ കൈകാര്യം ചെയ്യുവാൻ, യേശുവിനെ തകർത്ത് കളയുവാൻ, യേശുവിനെ മലയിൽ നിന്ന്, പർവ്വതത്തിൽ നിന്ന് തലകീഴായി താഴേക്ക് തള്ളിയിടുവാൻ, യേശുവിനെ തകർത്ത് കളയാൻ എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞു. ഏറ്റവും ഒടുവിൽ അവനെ ക്രൂശിച്ചത് എപ്പോഴാണ്? അവൻ ഏൽപ്പിച്ചു കൊടുത്തതാണ്. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കണം, യേശുവിന്റെ ജീവനെ എടുക്കാൻ ഒരു കുന്തമുനകൾക്കോ, ഒരു ആണികൾക്കോ, ഒരു കാരിരുമ്പുകൾക്കോ, ഒരു ചാട്ടവാർക്കോ പറ്റിയില്ല. യേശുവിന്റെ ജീവനെ എടുക്കാൻ അവർക്ക് പറ്റിയില്ല. അവന്റെ ആത്മാവിനെ അവൻ പിതാവിന്റെ കയ്യിൽ മനഃപൂർവ്വം ഏൽപ്പിച്ചു കൊടുത്തതാണ്. പിതാവേ, എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് യേശു ക്രൂശിൽ മരിച്ചത്. അങ്ങനെങ്കിൽ ബോൺ അഗൈനായ ഈ ഭവനത്തിലെ പുത്രന്മാർ വിശ്വസിക്കണം, നിന്റെ ശരീരത്തിലെ ഒരു രോമത്തിൽ തൊടാൻ പിശാചിന് അനുവാദമില്ല. നിന്റെ കുടുംബത്തെ തൊടാൻ, നിന്റെ തലമുറയെ തൊടാൻ, നിന്റെ നന്മയെ തൊടാൻ, നിന്റെ അനുഗ്രഹത്തെ തൊടാൻ, നിന്റെ വിടുതലിനെ തൊടാൻ, നിന്റെ സൗഖ്യത്തെ തൊടാൻ, നിന്റെ സാമ്പത്തികത്തെ തൊടാൻ, നിന്റെ കുടുംബത്തെ തൊടാൻ ഒരു പിശാചിനും അനുവാദമില്ല. Because you are the son of God. ഈ ലോകത്തിലെ മൂക്കിൽ ശ്വാസമുള്ള ഒരു രാജാവിന്റെ മകൻ അധികാരമുള്ളവനായിരിക്കുന്നെങ്കിൽ, ഇന്ത്യ വിട്ട് UAE-യിലോ ബഹ്റിനിലോ മസ്കറ്റിലോ എവിടെ നിങ്ങൾ ചെന്നാലും അവിടെ
ക്രൗൺ പ്രിൻസസ് ഉണ്ട്. ക്രൗൺ പ്രിൻസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴപ്പനാ രാജാവ്, ഇനി അടുത്ത രാജാവ് ഇവനാ. അവരെ വിളിക്കുന്ന പേരാ ക്രൗൺ പ്രിൻസസ്. ഈ ക്രൗൺ പ്രിൻസസിന് ശരിക്കും പറഞ്ഞാൽ എന്തോ അതോറിറ്റിയാണെന്ന്. ഈ രാജാവ് കഴിഞ്ഞാൽ അടുത്ത പദവി അവനാ, ഈ ക്രൗൺ പ്രിൻസിനാ. ഈ രാജാവിനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ അവൻ്റെ മുമ്പിലും ആൾക്കാർ നിൽക്കുന്നത്. ഹല്ലേലൂയ. മൂക്കിൻ്റെ കീഴെ ശ്വാസമുള്ള മേലോട്ട് വലിച്ചാൽ ആ ശ്വാസം താഴെ വിടാൻ പറ്റിയില്ലെങ്കിൽ ഈ ഭൂമിയിലെ മണ്ണോട് മണ്ണ് ചേരുന്ന ഒരു രാജാവിൻ്റെ മകൻ ക്രൗൺ പ്രിൻസിന് ഇത്രത്തോളം അധികാരമുണ്ടെങ്കിൽ this is very most important thing. Read John chapter not 1 John chapter 3 verse 1. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കാണുവീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കാണുവീൻ, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവായ ദൈവം നമ്മളോട് എത്ര. നോക്കുക, ദൈവമക്കൾ, സൺസ് ഓഫ് ഗാഡ്, ദൈവപുത്രി, ദൈവമകൻ, ദൈവമകൾ എന്നുള്ള പദവിയുടെ ആഴം ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതൊരു ക്രിസ്തീയ പാരമ്പര്യം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന് മക്കളെ ഉള്ളൂ, കൊച്ചുമക്കളില്ല. നിങ്ങൾക്കത് വളരെ ഇൻട്രസ്റ്റീവായി തോന്നിയെങ്കിൽ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് ദൈവത്തിന് മക്കളെ ഉള്ളൂ, കൊച്ചുമക്കളില്ല. 1-2 പേരോട് പറഞ്ഞ്. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ ഈ ഭൂമിയിൽ എനിക്ക് ജന്മം നൽകിയ എൻ്റെ പിതാവ് ബോൺ അഗെയിൻ ആയതുകൊണ്ട് ഞാൻ ബോൺ അഗെയിൻ ആകണമെന്നില്ല. എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടണമെന്നില്ല. ബൈബിൾ പറയുന്നു, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കത്തില്ല. വീണ്ടും ജനിച്ചവരുടെ വീട്ടിൽ ജനിച്ച ഒരുപാട് പേര് ഇന്ന് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാനൊരു വിശ്വാസ കുടുംബത്തിൽ, ഇറ്റ്സ് വെരി ഗുഡ് തിങ്. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നവരായതിനാൽ സ്തോത്രം. പക്ഷേ നീ വീണ്ടും ജനിക്കണം. നിക്കോദീമോസിനോട് യേശു പറയുന്നു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയത്തില്ല. നോക്കിയേ, ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഞാൻ ഇതിനകത്ത് നിന്ന് പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദ റെവലേഷൻ ഓഫ് ഗാഡ് ഈസ് എ റിലേഷൻഷിപ്പ് ഓഫ് ഗാഡ്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ് നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധം. ദൈവം ആരാണെന്നും അവൻ്റെ ഹൃദയം എന്താണെന്നും അവൻ്റെ മക്കൾ അറിയണം. ഒരപ്പൻ്റെ കൂടെ ഒരു ഭവനത്തിൽ ജീവിക്കുമ്പോൾ, ഒരു ഭർത്താവിൻ്റെ കൂടെ ഒരു ഭവനത്തിൽ ജീവിക്കുമ്പോൾ, ഒരു ഭാര്യയുടെ കൂടെ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തെ നിങ്ങൾക്ക് വേണ്ടുന്നവണ്ണം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ സമയം വേസ്റ്റാണ്. ദൈവത്തോട് കൂടെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ മനസ്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് വളരെ ബുദ്ധിമുട്ടുള്ളതായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കിയേ, മക്കൾ എന്ന വിഷയമല്ലേ നിങ്ങൾ കേൾക്കുന്നേ. യേശു ക്രിസ്തു ഒരു വലിയ ഒരു സംഭവം ലൂക്കോസ് സുവിശേഷം 15-ാമത്തെ അധ്യായം 11 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ടെന്ന് പെട്ടെന്ന് വായിച്ചേ പാസ്റ്റർ ജിജി. ലൂക്കോസ് 15. അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്കു തരണമേ എന്ന് പറഞ്ഞു. ലിസൺ ടു മീ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഇവിടെ ഒരു അപ്പനെ കുറിച്ച് പറയുന്നു, 2 മക്കളെ കുറിച്ച് പറയുന്നു. ഈ യേശുക്രിസ്തു പറയുന്ന പിതാവ് സ്വർഗത്തിലെ ദൈവമാണ്. ആ കാണിച്ചിരിക്കുന്ന മക്കൾ നമ്മളിൽ ഓരോരുത്തരുമാണ്. അതിലെ ഒരു മകൻ പിതാവിനോട് ചോദിക്കുകയാണ്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണമേ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നീ ഒരു കാര്യം നിന്റെ അകത്ത് വെളിപ്പാട് കയറിക്കോണം. പിതാവ് നിനക്ക് വേണ്ടി കരുതിയിട്ട ചിലതുണ്ട്. കയറുന്നുണ്ടോ അകത്തോട്ട്? ആ വാക്യത്തിനകത്ത് നിന്ന് ഒരു വെളിപ്പാട് അകത്തോട്ട് പിടിച്ചോണം. പിതാവായ ദൈവം അവൻ്റെ മക്കൾക്ക് വേണ്ടി ചിലത് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നൊന്ന് ശ്രദ്ധിച്ച്. കൊലോസ്യർ 1:12 വേഗത്തിൽ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും
നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്. പാസ്റ്റർ ജിജി അതിന്റെ ആ ഇംഗ്ലീഷ് വേർഡ് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. Give thanks unto the Father which has made us meet to be partakers of the inheritance of the saints in light. രണ്ട് കാര്യങ്ങൾ, ഒന്ന് partakers, second one is inheritance. പിതൃസ്വത്തും കൂട്ടവകാശവും. പറഞ്ഞേ, പിതൃസ്വത്തും കൂട്ടവകാശവും. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഈ പിതാവ് നിങ്ങളെ ആക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവകാശമുണ്ട്. എന്താണ് നിങ്ങളുടെ അവകാശം? ആ പിതാവ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന നന്മ, ആ പിതാവ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന അവകാശം. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം പറയുന്നു, അവൻ പുരാതന സമ്പത്തിന് ഉടമസ്ഥനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിസൺ ടു മീ എവരിവൺ. ഈ സർവശക്തനായ ദൈവത്തോട് ഈ മകൻ ചോദിക്കുന്നു, അപ്പ എനിക്ക് വരേണ്ടുന്നത് എനിക്ക് തരണം. സർവശക്തനായ ദൈവത്തിന്റെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കുക. ചോദിച്ചവന് ചോദിച്ചത് കൊടുത്തു. ദൈവം നിങ്ങളുടെ പിതാവായിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ ഭവനത്തിൽ വളരുന്ന ഒരു പുത്രനാണെങ്കിൽ, ഇപ്പോൾ ഈ മക്കൾ രണ്ടുപേരും ആരുടെ വീട്ടിലാ? ഉറക്കെ പറ. നിങ്ങൾ എല്ലാവരും എഡ്യൂക്കേറ്റഡാ, പെട്ടെന്ന് മനസ്സിലാകും. ആമീൻ. ഇപ്പോൾ ഈ മക്കളുമാർ രണ്ടുപേരും ആരുടെ വീട്ടിലാ? പിതാവിന്റെ വീട്ടിൽ. ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിച്ചാൽ അവൻ ദൈവ ഭവനക്കാരനാകുന്നു. ആ ഭവനത്തിന്റെ പിതാവ് ദൈവമാണ്. ഓ മൈ ഗോഡ്, നിങ്ങളുടെ പിതാവ് ദൈവമാണ്. അങ്ങനെങ്കിൽ ഇതാ ഈ ഭവനത്തിലെ രണ്ട് പുത്രന്മാരിൽ ഒരുവൻ പിതാവിനോട് ചോദിച്ചു, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ. ഇനി ഈ ഇളയ മകനെ കുറിച്ച് ഒരു വെളിപ്പാടൂടെ ഞാൻ പറയാം. അപ്പൻ അവന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി? അവന്റെ അപ്പൻ അവന് വേണ്ടി കരുതി വെച്ചതിനെ കുറിച്ചുള്ള ബോധ്യം അവനുണ്ടായി. രണ്ട് നന്മകൾ ഞാൻ പറയാം. ഒന്ന്, അവന്റെ പിതാവ് അവന് വേണ്ടി കരുതിയിരിക്കുന്നതിനെ കുറിച്ചുള്ള ബോധ്യം അവനുണ്ട്. രണ്ട്, അപ്പനോട് പിതാവിനോട് ചോദിച്ചാൽ പിതാവ് തരുന്നവനാണെന്നുള്ള വിശ്വാസം അവനുണ്ട്. പിന്നെ അവന്റെ ജീവിതത്തിൽ അവന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്, ഭൗതിക നന്മകൾ അവന്റെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ, ലോകത്തിന്റെ നന്മകൾ അവന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ, ആമീൻ, പിതാവിനെ സ്നേഹിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തെക്കാൾ കൂടുതൽ ലോകത്തെ സ്നേഹിച്ചു. ഇത് മാത്രമേ അവൻ ചെയ്ത തെറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് ആർഗ്യൂ ചെയ്യുകയാണ്. എഴുന്നേറ്റ് തർക്കിക്കാൻ തയ്യാറുള്ളവർ തർക്കിച്ചോ, ഞാൻ അതിന് ഉത്തരം തരാം. ഈ മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞവൻ അല്ലാതെ എന്ത് തെറ്റാ ചെയ്തേ? അവൻ പിതാവിന്റെ ഭവനക്കാരനായിരുന്നു. അവന്റെ പിതാവ് അവന് വേണ്ടി കരുതിയതിനെ കുറിച്ചുള്ള ബോധ്യം, വെളിപ്പാട് അവനുണ്ടായിരുന്നു. രണ്ട്, അവന്റെ പിതാവിനോട് അവൻ ചോദിച്ചാൽ അവന് നൽകുമെന്ന വിശ്വാസം അവനുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, അവൻ കാണിച്ച മണ്ടത്തരം, അവൻ ലഭിച്ച നന്മകളെ അവൻ സ്നേഹിച്ചു. നൽകിയവനേക്കാൾ, ദാതാവിനേക്കാൾ കൂടുതൽ ദാനത്തെ സ്നേഹിച്ചു. അനുഗ്രഹിക്കുന്നവനേക്കാൾ കൂടുതൽ അവൻ നൽകിയ അനുഗ്രഹത്തിന്റെ പുറകെ പോയി. സ്തോത്രം. ലോകത്തെ അവൻ സ്നേഹിച്ചതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ബൈബിൾ പറയുന്നു, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. എന്നാലും, ഓ വണ്ടർഫുൾ ജീസസ്, എന്നാലും എല്ലാം നഷ്ടപ്പെട്ടവനായി, ഞാൻ പറഞ്ഞ വാക്കൊന്നുകൂടെ പറയാം, the revelation of God is your relationship of God. ദൈവത്തെ കുറിച്ചുള്ള നിന്റെ വെളിപ്പാടാണ് നിനക്ക് ദൈവത്തോടുള്ള ബന്ധം. അതാ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നേ. എന്നാലും എല്ലാം നശിച്ചവനായി, എല്ലാം തകർന്നവനായി, പന്നി തിന്നുന്ന വാളവര പോലും കിട്ടാനില്ലാതെ പന്നി തിന്നുന്നതും കണ്ട് പന്നിക്കൂട്ടിൽ ഇരിക്കുന്നവന് പെട്ടെന്നൊരു ബോധ്യം വന്നു. റിവൈൻഡ് അടിച്ചു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ, ലിസൺ ടു മീ, പിതാവിന്റെ ഭവനം, സ്വർഗത്തിലെ പിതാവിന്റെ ഭവനം. ഇപ്പോൾ സ്വർഗത്തിലെ പിതാവിന്റെ ഭവനത്തിലെ മക്കളാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നത്. Because you are born again, you are the sons of God. ഞാനിത് പറയുമ്പോൾ ചിലർ കൈയടിക്കുന്നില്ല. അവർക്ക് ഞാൻ പറയുന്ന പേരാണ് കുശുംബന്മാർ. കാരണം വേറൊരുത്തൻ അനുഗ്രഹിക്കപ്പെടുന്നത് ഈ വെളിപ്പാട് കിട്ടുന്ന അവന് പട്ടി കൊട്ട് തിന്നത്തുമില്ല, പശുവിനെ തീറ്റത്തുമില്ല, അവനെ എഴുതിത്തള്ളു. നീ കേൾക്കുക, നീ കേൾക്ക, നീ കേൾക്ക, നീ കേൾക്ക. ഇതിലിരിക്കുന്ന ആ ഒരു വ്യക്തി കേൾക്ക. ടിനു പാസ്റ്റർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ
നിങ്ങൾ മണക്കാലയിലല്ല, മാങ്കോടല്ല, എവിടെങ്കിലും ഉള്ള പ്രൊഫസർമാരോട് പോയി ചോദിര്. ഇനി ഏത് പ്രൊഫസർ പറഞ്ഞാലും ദൈവം എനിക്ക് തന്ന വെളിപ്പാട് തന്നെയാ ശരി. ഇങ്ങോട്ട് നോക്ക്. ഇവൻ ഈ പന്നിക്കൂട്ടിനകത്തിരിക്കുമ്പം ഇവന്റെ മനസ്സിലൊരു ചിന്ത വന്നു, അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ള വെളിപ്പാട്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവായ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് എന്താണ്? ഇവന്റെ വെളിപ്പാട് എന്നാണെന്നറിയാമോ? ഞാൻ ഇവിടെ വിശപ്പുകൊണ്ട് നശിക്കുന്നു, എങ്കിലും എൻ്റെ അപ്പന്റെ ഭവനത്തിൽ കൂലിക്കാർ. കൈയടിക്കരുത്, നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. ഏറ്റവും ഒടുവിൽ ഇത് പൊട്ടിത്തെറിക്കും. കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു, ദാസന്മാർ തിന്ന് ശേഷിപ്പിക്കുന്നു, മകനായ ഞാനോ ഇവിടെ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. ലിസൺ ടു മീ. ഈ അപ്പന്റെ ഭവനത്തിൽ, ഈ പിതാവിന്റെ ഭവനത്തിൽ ദാസന്മാർ തിന്ന് ശേഷിപ്പിച്ചു. ദാസന്മാർ അവിടെ അനുഗ്രഹിക്കപ്പെട്ടു. മോശ ഈ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. ഏലിയാവ് ഈ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. ജോഷുവ ഈ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. ഏലീശ ഈ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. ദാസന്മാർ തിന്ന് ശേഷിപ്പിച്ചെങ്കിൽ മകനാകുന്ന ഞാൻ ഏലിയാവ് എന്ന ദാസൻ ഈ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, മോശ എന്ന ദാസൻ ഈ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, ജോഷുവ എന്ന ദാസൻ ഈ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, മകനാകുന്ന ഞാൻ വിശപ്പ് കൊണ്ട് നശിക്കാനുള്ളവനല്ല. എന്റെ വീട്ടിൽ വഴക്കം നടക്കാനുള്ള വീടല്ല. ഓ മൈ ഗാഡ്. എന്നാൽ അതിക്രമിച്ചു കയറിയ അന്ധകാര ശക്തിയെ നോക്കി യേശുവിന്റെ നാമത്തിൽ വായ് തുറന്ന് കൽപ്പിക്ക, എന്റെ ഭവനം വിട്ടുപോ. ഞാൻ ദാസനല്ല, ഞാൻ മകനത്രേ. പഴയ നിയമദാസന്മാർ ഈ ഭവനത്തിൽ തിന്ന് ശേഷിപ്പിച്ചെങ്കിൽ, ദാസനാകുന്ന അവർക്ക് ഈ അനുഗ്രഹം കിട്ടിയെങ്കിൽ, മകനാകുന്ന ഞാൻ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. ലിസൺ ടു ദിസ് വേർഡ്. അവൻ പറയുന്നു, ഞാൻ ഇവിടുന്ന് എഴുന്നേക്കും. അനുഗ്രഹിക്കപ്പെടണോ? ഇത് പോരാട്ടമാണെന്ന് പറഞ്ഞ് നീ പന്നിക്കൂട്ടിൽ ഇരുന്നാൽ അവിടെ ഇരിക്കും. ഈ പന്നിക്കൂടും കഷ്ടതയും പട്ടിണിയും എല്ലാം എന്നെ ഒന്നും കൂടെ ദൈവം പണിയാൻ വേണ്ടി തന്നിരിക്കുന്നാന്ന് പറഞ്ഞാൽ നീ അവിടെ ഇരിക്കും. എന്നാൽ ഇതിനെ ഇന്ന് വലിച്ചു കുടഞ്ഞെറിഞ്ഞിട്ട് അപ്പന്റെ വീട്ടിലോട്ട് വാ, അപ്പന്റെ വീട്ടിലോട്ട് വാ. നിനക്കൊരുക്കിയിരിക്കുന്നതിനെ നീ കാണ്, നിനക്കൊരുക്കിയിരിക്കുന്നതിനെ നീ കാണ്. ഈ പന്നിക്കൂട് ദൈവം എനിക്ക് വിധിച്ചതാ. ഇത് ദൈവം എനിക്ക് എന്ന ശൂലമാ. ഇത് ദൈവം എനിക്ക് എന്ന കഷ്ടതയാ. എന്നെ ഒന്നും കൂടെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം ചെയ്തതാ. ഇത് ദൈവത്താൽ അനുവദിച്ചതാ. നോ എടാ മോനെ, നീ അവിടുന്ന് ഒന്ന് പുറത്തു വരാൻ ഒരുത്തൻ കാത്തവിടെ ഇരിപ്പുണ്ട്. നിന്റെ ഈ ചിന്താഗതി ഒന്ന് മാറാൻ ദൈവം വെയിറ്റ് ചെയ്യുക. നിന്റെ ഈ കൺസെപ്റ്റ് ഒന്ന് മാറാൻ ദൈവം വെയിറ്റ് ചെയ്യുക. Listen to my elders. അപ്പന്റെ വീടിനെ കുറിച്ച് ഇവന് ബോധ്യമുണ്ട്. ഇവൻ ആദ്യമായി അപ്പനെ കണ്ടവനല്ല, ഈ പിതാവിന്റെ വീട്ടിലുണ്ടായിരുന്നവനാ. ഈസ് എ ബോൺ അഗൈൻ പേഴ്സൺ. ബട്ട് ലോക സ്നേഹത്തിൽ പോയി, പുറകോട്ട് പോയി. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് അവനൊരു വെളിപ്പാട് അവന്റെ അകത്ത് വന്നു. അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ള വെളിപ്പാട്. പന്നിക്കൂട്ടിൽ ദാരിദ്ര്യം, പ്രസന്റ് സിറ്റുവേഷനിൽ നിരാശ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഴുവൻ പ്രശ്നം, ഒന്നും കഴിക്കാൻ പോലുമില്ല. ഇതൊക്കെ എന്റെ കുറവാ. ദൈവം എനിക്ക് തന്നതാ. നല്ല കാര്യം, അനുതാപം വളരെ നല്ലതാ. പക്ഷെ അനുതാപം അനുഗ്രഹത്തിലേക്കായിരിക്കണം.
പാപബോധം വളരെ നല്ലതാ, പക്ഷെ പാപബോധം നീതിബോധത്തിലേക്കുള്ള യാത്രയായിരിക്കണം. വാ, ഇത് ദൈവം തന്ന ശോധനയാണ്. വളരെ നല്ലത്, ആ ചിന്ത വളരെ നല്ലത്. ജീവിതത്തിൽ വന്ന കുറവുകളെ കുറിച്ചുള്ള ബോധം നിങ്ങളുടെ അകത്ത് വേണം. ദൈവത്തെ ഭയപ്പെടുന്നത് വളരെ നല്ലതാ, പക്ഷെ അവിടെ നിൽക്കരുത്. അവനെ ഭയപ്പെടുവാൻ മാത്രം കൊള്ളാവുന്നവനല്ല, അവൻ നിന്നെ അനുഗ്രഹിക്കുന്നവനും കൂടെയാണ് എന്ന് തിരിച്ചറിയണം. എന്റെ മോളെ, നിങ്ങൾ ശ്രദ്ധിച്ച കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, അപ്പന്റെ ഭവനത്തിലെ സമൃദ്ധിയുടെ വെളിപ്പാട് ഈ ദാരിദ്ര്യത്തിൽ നിന്ന്, ഈ പട്ടിണിയിൽ നിന്ന്, കഞ്ഞി പോലും കുടിക്കാനില്ലാതെ വാളവര പോലും തിന്നാൻ, വാളവര എന്ന് പറഞ്ഞാൽ കാരേബ് എന്ന വൃക്ഷത്തിന്റെ എന്ന് പറഞ്ഞ വാഴത്തണ്ട് പോലത്തെ ഒരു സാധനം, അതുപോലും കഴിക്കാനില്ലാതെ ഈ പന്നിക്കൂട്ടിനകത്തിരുന്നവന്റെ അകത്തൊരു ബോധ്യമുണ്ടായി അപ്പന്റെ ഭവനത്തിലെ സമൃദ്ധിയെക്കുറിച്ച്. വെയിറ്റ്, സ്വർഗത്തിലെ സമൃദ്ധിയെക്കുറിച്ച്, പിതാവിനെ കുറിച്ചുള്ള അവന്റെ കൺസെപ്റ്റ്. ഓ ഹല്ലേലൂയ. കൂലിക്കാർക്ക് പോലും തിന്ന് ശേഷിപ്പിക്കാൻ കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നവനല്ല, അധികം വരുത്തി കൊടുക്കുന്നവനാ. ഓ റാബാക്ക, ഇതൊക്കെ പറയുമ്പോൾ അത് അങ്ങോട്ട് പിടിച്ചോണം. ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോയെങ്കിൽ അധികം വെക്കാൻ തരും. അപ്പനെ കുറിച്ചുള്ള അവന്റെ റെവലേഷൻ കണ്ടോ? നോക്കിയേ, ഇവൻ സമൃദ്ധിയിലെത്താൻ ഒറ്റ റീസണേ ഉള്ളൂ. ഇതെന്റെ വിധിയാന്നും പറഞ്ഞ് അവിടെ ഇരുന്നില്ല. ഇത് ദൈവം തന്ന ശൂലമാന്നും പറഞ്ഞ് അവിടെ ഇരുന്നില്ല. പന്നിയും പന്നിക്കൂടും പന്നിയുടെ കാടിയും വെള്ളവും തട്ടി ദൂരെ എറിഞ്ഞിട്ട് അപ്പന്റെ വീട്ടിലോട്ടൊരു പോക്ക് പോയി. ഏയ്, ഇന്ന് പകൽ ചിലത് കൊടഞ്ഞെറിഞ്ഞ് എഴുന്നേറ്റോണം. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയത് നീ കാണാൻ പോവാ. ദൈവം നിനക്ക് സ്വർഗത്തിലെ പിതാവും നിനക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നതായി കാണുന്നേ? ദൈവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം എന്നാ? വാ, പന്നിക്കൂട്ടിനകത്തിരുന്നവന് പിതാവിനെ, കാരണം ഇവന് പിതാവിനെ അറിയാം. നല്ല ഭാഷ പറയട്ടെ, കുറെ നാൾ ഈ പുസ്തകം കൊണ്ട് നടന്നവനവൻ. പിന്നെ പുറകോട്ട് പോയെ പുസ്തകത്തിലുള്ള കാര്യം അങ്ങനെ പെട്ടെന്ന് മറക്കുകയല്ല. വീണ്ടും ജനിച്ചവൻ ദൈവഭവനക്കാരനാണെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? അവരോടാണ് ഈ വീണ്ടും ജനിച്ചവർക്ക്, ഞാൻ വീണ്ടും ജനിച്ചതാ, ഞാൻ ദൈവഭവനക്കാരനാന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഈ ദൈവഭവനത്തിലെ എന്റെ പിതാവ് സ്വർഗത്തിലെ ദൈവം എന്നുള്ളവർ എത്ര പേരുണ്ട്? ഓക്കെ, ഇനി നിങ്ങളോടാ തോത്. എന്തോ അവിടുത്തെ സിറ്റുവേഷൻ? എന്തോ അവിടുത്തെ സിറ്റുവേഷൻ? വാവ്, ഈ ഭവനത്തിലെ സിറ്റുവേഷൻ എന്തുവാ? ദൈവം ഒരുക്കിയതിനെ കുറിച്ചുള്ള വെളിപ്പാട് അവനെ സമൃദ്ധിയിലെത്തിച്ചു. ദാരിദ്ര്യം തരുന്ന ദൈവമായ എൻ്റെ ദൈവം, ഇത് ദൈവം വിധിച്ചതാന്ന് പറഞ്ഞിരുന്നെങ്കിൽ പന്നിക്കൂട്ടിനകത്ത് നിനക്ക് പട്ടിണി കിടന്ന് ചാകാം. കുഞ്ഞച്ചാനു അങ്ങനെ പഠിപ്പിച്ച് അവിടെ ഇരുന്നോ, പക്ഷെ വേദോസ്തം എടുത്തു വെച്ച് തുറന്ന് വായിക്ക. അനുഗ്രഹിക്ക വിടുക. പോക്കറ്റിൽ നിന്ന് കപ്പലിന്റെ ഒക്കെ എടുത്ത് കൊടുക്കുന്ന പോലെ കാശ് എടുത്ത് കൊടുക്കണം. ചുമ്മാ പിടിച്ചോടാ മോനെ, നീ സ്വീകരിച്ചോ. വിമർശിക്കുന്നവൻ അവിടെ ഇരിക്കട്ടെ, നീ മേടിച്ചോ. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഫേവർ എന്റെ മേലുണ്ട്. ഞാൻ നടന്നു പോകുന്നിടത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ കയറുന്നിടത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ തൊടുന്നിടത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ദൈവത്തിന്റെ ഫേവർ. ഞാൻ ഫ്ലൈറ്റിൽ കയറിയാൽ അവിടെ ദൈവത്തിന്റെ ഫേവർ. ഞാൻ ഒരു ബസ്സിൽ കയറിയാൽ അവിടെ ദൈവത്തിന്റെ ഫേവർ. ഞാൻ നടക്കുന്നിടത്ത് ദൈവത്തിന്റെ ഫേവർ. ബിക്കോസ് ഐ ആം ടു ഫേവറേറ്റ് ഇൻ ഗോഡ്. ഇരിക്ക.
നിങ്ങളുടെ ചിന്തയിലെ പിതാവായ ദൈവം യേശു ക്രിസ്തു ആരാണോ അതാ നിങ്ങളുടെ ദൈവം. എന്തോ വീട്ടിലെ സിറ്റുവേഷൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ അറക്കുവിൻ. വീട്ടില് ഉള്ള കാര്യമായി പറയുന്നേ. തടിപ്പിച്ച കാളക്കുട്ടി അവന് വേണ്ടി ചന്തയിൽ നിന്ന് കൊണ്ടുവന്നല്ല, ഇത് വീട്ടിൽ നിൽക്കുന്ന കാളക്കുട്ടിയാ. എടാ മോനെ, ഈ വീട്ടിനകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ബോണഗൈനായ നിന്റെയാ. യഹോവ എന്റെ ഓഹരിയാകുന്നെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞു. യഹോവ എന്റെ ഓഹരിയാകുന്നെന്ന്. ഞാനൊരു പ്രാവശ്യം ഇവിടെ പറഞ്ഞ, നിന്റെ ഓഹരി പ്ലാവ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചക്ക നിനക്കാ. യഹോവ എന്റെ ഓഹരിയാകുന്നെന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഓഹരിയിൽ മാവുണ്ടെങ്കിൽ അതിനകത്ത് മാങ്ങ നിങ്ങൾക്കാ. അങ്ങനെങ്കിൽ യഹോവ നിങ്ങളുടെ ഓഹരിയാണെങ്കിൽ അവനുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. നന്മയല്ലാതെ ഒരു തിന്മയും അവനിൽ നിന്ന് വരുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. എന്നാൽ ശത്രു തിന്മയ്ക്കായി ചെയ്തതും ഇന്ന് പകൽ ദൈവം നന്മയ്ക്കാക്കും. ഞാനത് വിശ്വസിക്കുന്നു. വെറുതെ അനുഗ്രഹിക്കപ്പെടുക, ഇത് വിശ്വസിച്ചങ്ങ് നടക്കുക, വിശ്വസിച്ച് ജീവിക്കുക. എൻ്റെ പിതാവ് ദൈവമാ, ഞാൻ ഈ ഭവനത്തിലെ പുത്രനാ. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിന്റെ കൂടെ അനുഗ്രഹിക്കപ്പെടുന്ന ബൈബിൾ എഴുതിയിരിക്കുന്നത്. പ്രവാചകൻ അബ്രഹാമിന്റെ കൂടെ അനുഗ്രഹിക്കപ്പെടുന്നല്ല, പ്രസംഗകൻ അബ്രഹാമിന്റെ കൂടെ അനുഗ്രഹിക്കപ്പെടുന്നല്ല, രോഗശാന്തിക്കാരൻ അബ്രഹാമിന്റെ കൂടെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ദൈവത്തെക്കുറിച്ചുള്ള പിതാവിൻ്റെ കുറിച്ചും പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുമുള്ള അവൻ്റെ റെവലേഷനാണ് ഈ വിശപ്പിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് അവനെ ആ സമൃദ്ധിയിൽ എത്തിച്ചത്. ഇത് ദൈവം എനിക്ക് വിധിച്ചതാണെന്നും പറഞ്ഞ് അവിടെ ഇരുന്നായിരുന്നെങ്കിൽ അവിടെ ഇരുന്ന് മരിക്കാം. കേൾക്കൂ, മനുഷ്യന്റെ ചിന്തകൾക്ക് മാറ്റം വരണം, ദൈവത്തെക്കുറിച്ചുള്ള മനോഭാവങ്ങൾ മാറണം. കർത്താവിൻ്റെ ഫേവർ വെരി ഹൈ ആ നമ്മുടെ മേൽ. ചുമ്മാ പറയുന്നേ. സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരങ്ങളും എനിക്ക് കിട്ടിയിരിക്കുന്നതിന്റെ അപ്പം പറഞ്ഞ അപ്പന്റെ മോനല്ലേ ഞാൻ? എന്നാ സംശയം? വിളിച്ചു പറ, കള്ള പിശാചേ, ഇതിനകത്ത് വിളച്ചിൽ കാണിക്കൽ ഇത് എന്റെയാ. യെസ്, കമോൺ. ഇതിനകത്തിരിക്കുന്ന ഒറ്റ കുടുംബത്തെ തൊടാൻ, ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയെ തൊടാൻ, ഇതിനകത്തിരിക്കുന്ന ഒരുത്തന്റെ തലമുറയെ തൊടാൻ, ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ മണ്ണയെ തൊടാൻ പിശാചേ നിനക്ക് പെർമിഷൻ ഇല്ല. ബിക്കോസ് we are the son of God. ഇരുട്ടിന്റെ അധികാരത്തിൽ തന്നെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്നെ ആക്കി വെച്ചു. പുത്രന്റെ രാജ്യത്തിൽ എന്തോ ഉണ്ട്? നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം സ്വീകരിക്കുവാൻ ആഗ്രഹമുണ്ട്? താങ്ക് യു. ഞാൻ വരൂ ആ വിഷയത്തിലേക്ക്. 2 വാക്യങ്ങൾ. ഗലാത്യർ 4:1-7 വരെ. യെസ്, കം ഓൺ റീഡ്. അവകാശി സർവത്തിനും. ഗലാത്യർ 4:1-7 വരെ. അവകാശി സർവത്തിനും. എല്ലാവരും എന്നെ തലയുയർത്തി നോക്കിയേ. സകല അനുഗ്രഹത്തിന്റെ ഉറവിടം ദൈവമാണ്. തികഞ്ഞ ദാനവും നല്ല വരങ്ങളും സ്വർഗത്തിലെ പിതാവിൽ നിന്ന് വരുന്നു. വിശ്വസിക്കുന്നോ? ട്രൂ. ദൈവം നമ്മുടെ ഈ രാജ്യത്തെ ധാരാളമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. സുവിശേഷം പ്രവർത്തനങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഇന്ന് മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരെ ആൾക്കാർ വിമർശിക്കുന്നു, അവരെ ആൾക്കാർ കുറ്റം പറയുന്നു. എന്താണ് അതിൻ്റെ റീസൺ? ക്രിസ്തുവിൽ അവരാരാണെന്ന് അറിയുന്നില്ല. നീ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പം ചിലപ്പം വിമർശിച്ചേക്കാം, കുറ്റം പറഞ്ഞേക്കാം, കളിയാക്കിയേക്കാം. കർത്താവ് എന്നാ പറഞ്ഞ? ദൈവപുത്ര, വിളി കേട്ടില്ലല്ലോ. ദൈവപുത്രിമാരെ, നിന്റെ കാലിലെ പൊടി, ചെരുപ്പിലെ പൊടി അവിടെ തട്ടിക്കളഞ്ഞിട്ട് വാ.
എടാ, ദൈവപുത്രന്മാരുടെ കർത്താവിൻ്റെ മക്കളുടെ കാലയുടെ ചെരുപ്പിൻ്റെ അടിയിലിരിക്കുന്ന പൊടിക്ക് വരെ പവറാ. അത് എഴുന്നേറ്റ് എന്ന് സംസാരിക്കുമെന്നാ കർത്താവ് പറഞ്ഞു. അവകാശി സർവത്തിനും. എല്ലാവരും കൂടെ നമുക്ക് ചേർന്ന് വായിക്കാം. റീഡ് ടുഗദർ, കം ഓൺ. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം. ഫാസ്റ്റർ ജിജി ഏറ്റു പറഞ്ഞ സമയം ഒന്നിച്ച് വായിച്ചോ. ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. കം ഓൺ, റീഡ്, ഒന്നിച്ച് വായിച്ചോ. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടിരുന്നു. അങ്ങനെ കുറെ പാഠപുസ്തകമായിട്ടാണ് ഇവിടെ വന്നേ. ലോകത്തിൽ നിന്ന് കിട്ടിയ കുറെ പാഠങ്ങൾ പറഞ്ഞ് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞില്ലല്ലോ മൈക്ക് വേണോ പുറകെ വരണോ, എല്ലാവരും പറഞ്ഞില്ലല്ലോ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ്, ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വരുന്നതിന് മുമ്പ്, ഈ ദൈവസഭയുടെ ദർശനത്തിൽ അകത്താകുന്നതിന് മുമ്പ് മനുഷ്യൻ തന്ന, മതം തന്ന, ദൈവപുരുഷന്മാർ തന്ന കുറേ പാഠപുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് പഠിച്ച് പരാജയപ്പെട്ടാണ് ഞാൻ ഇതിനകത്ത് വന്നത്. എന്നാൽ ഇനി മുതൽ എൻ്റെ പാഠപുസ്തകം അതല്ല, ഞാനത് ദൂരെ എറിയുന്നു. ഇതിനകത്ത് കിട്ടുന്ന വെളിപ്പാട് ഏറ്റെടുത്ത് ജയജീവിതം നയിക്കാൻ എന്നെ ഏൽപ്പിക്കുന്നു. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും. നിങ്ങൾ എത്ര പേര് പറയും നിങ്ങൾ അവകാശികളാണെന്ന്? നിങ്ങൾ യജമാനനാണ് എങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. നിങ്ങളൊരു ആത്മീയ ശിശു ആയിരിക്കരുത്. പുരുഷത്വം കാണിപ്പീൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നാട്ടുകാരോടല്ല. സ്തോത്രം. നിങ്ങളൊരു ആത്മീയ ശിശു ആയിരിക്കരുത്, പക്വതയുള്ളവരായിരിക്കണം. അവകാശി സർവത്തിനും യജമാനെങ്കിൽ ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ചേർന്ന് പറഞ്ഞ ഞാൻ അവകാശിയാണ്. വീണ്ടും ജനിച്ചവരോട് ഞാൻ പറഞ്ഞു ഞാൻ അവകാശിയാണ്, ഞാൻ യജമാനനാണ്. അങ്ങനെയാണോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? ഉറപ്പാണ്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്നാ, നമ്മൾ ചില പൊടി പിള്ളേരുടെ കൂട്ട് ഇപ്പോഴും ചിലത് മനസ്സിലാക്കാതെ നടക്കുക. 3 ലക്ഷം രൂപയുടെ ഒരു ചെക്ക്, സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു ചെക്ക് 3 വയസ്സുള്ള നിങ്ങളുടെ മോൻ്റെ കിട്ടിയ അവ എന്നായും? 3 ലക്ഷം രൂപയുടെ ഒരു ചെക്ക്, അല്ല പോട്ടെ 30 ലക്ഷം രൂപയുടെ ഒരു ചെക്ക്, ഇച്ചിരി സന്തോഷം വരട്ടെ. 30 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് നിങ്ങളുടെ മോൻ്റെ കൈ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ മോൻ എന്ത് ചെയ്യും? അത് അപ്പൻ്റെ കിട്ടിയാലോ പിന്നെ ചർച്ചയിൽ വരത്തില്ലെന്നോ എന്നാ പറഞ്ഞേ? ആരാണ് അങ്ങനെ പറഞ്ഞു പിന്നെ ചർച്ചയിൽ വരത്തില്ലെന്ന്? ഹല്ലേലൂയ. ഇതൊക്കെയാ പ്രശ്നം. അടുത്ത ആഴ്ച ഒരു ഡീപ്പ് റെവലേഷനിലേക്ക് നമ്മൾ പോകും. എന്തുകൊണ്ട് വീണ്ടും ജനിച്ചവരെ ചിലരുടെ കയ്യിൽ ദൈവം ചിലത് ഏൽപ്പിക്കുന്നില്ല? എന്താണ് അതിൻ്റെ റീസൺ? അതുകൂടെ കേട്ട് കഴിയുമ്പോൾ ചിലത് ദൈവം ഏൽപ്പിക്കും. ഓക്കെ, ഫൈൻ. പക്ഷേ ഈ 30 ലക്ഷം രൂപയുടെ ചെക്ക് ഈ അപ്പൻ്റെ കിട്ടിയാൽ ഈ അപ്പൻ ഹാപ്പിയായി, മെച്യൂരിറ്റി. കാരണം അപ്പൻ അത് ഉപയോഗിക്കാൻ അറിയാം, മോൻ അത് ഉപയോഗിക്കാൻ അറിയത്തില്ല. എന്നാൽ ഈ മോൻ്റെ കയ്യിൽ ഒരു എക്ലേഴ്സിൻ്റെ ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ എന്നായും? അപ്പൊ ഈ മെച്യൂരിറ്റിയുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അവകാശി സർവത്തിനും യജമാനനെങ്കിലും നീ ഇത് തിരിച്ചറിയാത്തിടത്തോളം കാലം നീ അവകാശിയാണെന്നും
നീ യജമാനനാണെന്നും നീ വീണ്ടും ജനിച്ചവനാണെന്നും നീ ഇത് തിരിച്ചറിയാത്തിടത്തോളം കാലം നീ ശിശുവിനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. എന്നാൽ നീ ഇത് തിരിച്ചറിഞ്ഞാൽ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നിന്റെ മേൽ പകർന്നിട്ടുണ്ടെന്ന് വിളിച്ചറിഞ്ഞാൽ നീ വാ തുറന്ന് പറയും, മക്കളെങ്കിൽ. വാവ്! ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ച മക്കൾ അതിനകത്ത് ഇരിക്കുന്നില്ല. അപ്പനും അമ്മയ്ക്കും ജനിച്ച മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കൊരു പിതാവുണ്ട്, നിങ്ങൾക്കൊരു അമ്മയുണ്ട്. ഓക്കെ, നിങ്ങളിത് എത്ര പേര് പറയും, എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചു? എത്ര പേര് പറയും? എന്നെ സ്കൂളിൽ വിട്ടു. ഒന്ന് കൈ ഉയർത്തി, എന്നെ സ്കൂളിൽ വിട്ടു. നിങ്ങളുടെ പെൻസിൽ ഒടിഞ്ഞു പോയി. സ്കൂളിൽ പോയി എഴുതിക്കൊണ്ടിരുന്നു, നിങ്ങളുടെ പെൻസിൽ ഒടിഞ്ഞു, പേനയുടെ റീഫിൽ തീർന്നു. നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ അപ്പനോട്, പപ്പാ എനിക്കൊരു പെൻസിൽ വേണം, എനിക്കൊരു റീഫിൽ വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്? കൈ ഉയർത്ത. ഓക്കെ, ഞാൻ പറയുന്നു, ബോധമുള്ള അപ്പനാണെങ്കിൽ, ഞാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മരുന്നടിച്ച് കിടക്കുന്ന അപ്പനെ കുറിച്ചല്ല, സ്വർഗത്തിലെ അപ്പനെ കുറിച്ചാണ്. ബോധമുള്ള അപ്പനാണെങ്കിൽ, സ്നേഹമുള്ള അപ്പനാണെങ്കിൽ, സുബോധത്തോടെ നിൽക്കുന്ന അപ്പനാണെങ്കിൽ, ആ മോന് പെൻസിൽ മേടിച്ചു കൊടുക്കും, റീഫിൽ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ പിതാവിന്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട് എന്നൊരു ബോധം, ഇതെന്റെ അപ്പനാ, എന്നെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ അപ്പനാ, എനിക്ക് തരേണ്ട റെസ്പോൺസിബിലിറ്റി എൻ്റെ അപ്പനാ. ഈ ദൈവഭവനത്തിനകത്തും ഇത് തന്നെയാണ്. ഞാൻ വീണ്ടും ജനിച്ച് ദൈവഭവനത്തിൽ വരുമ്പോൾ ഈ ഭവനത്തിന്റെ പിതാവ് എൻ്റെ ദൈവമാ, എൻ്റെ റെസ്പോൺസിബിലിറ്റി അവനാ. എന്നെ കുറിച്ച്, എൻ്റെ മക്കളെ കുറിച്ച്, എൻ്റെ ഭവനത്തെ കുറിച്ച് ഐ ആം നോ വറി, നോ ടെൻഷൻ. കാരണം ഉത്തരവാദിത്വമുള്ള ഒരു പിതാവ് എനിക്കുണ്ട്. പറഞ്ഞട്ടെ, ഉത്തരവാദിത്വമുള്ള ഒരു പിതാവ് എനിക്കുണ്ട്. എന്നെ കുറിച്ച് ബോധമുള്ളൊരു പിതാവ് എനിക്കുണ്ട്. ഇത് വിശ്വസിക്കുന്നവരെല്ലാം എഴുന്നേറ്റു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഓ റഖാല ബഷൻഡ രഗസിയ. ദാറ്റ്സ് ഫൈൻ. ഓക്കെ, പാസ്റ്റർ ജിജി, ഗലാത്യർക്കെഴുതിയ ലേഖനം ഐ തിങ്ക് 3-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, വേഗത്തിൽ വായിക്കണം. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. നിങ്ങളുടെ അനുഗ്രഹത്തെ കമ്പയർ ചെയ്തിരിക്കുന്നത് അബ്രഹാമിന്റെ അനുഗ്രഹത്തോടു കൂടെയാണ്. ഓക്കെ, അബ്രഹാം എങ്ങനെയാണ് മോറിയ മലയിൽ മകൻ നഷ്ടപ്പെടാതെ ആടിനെ അബ്രഹാമിന് എങ്ങനെ കിട്ടിയേ? പറ. അബ്രഹാമിന്റെ അനുഗ്രഹത്തോടു കൂടെയല്ലേ നിങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്? എങ്ങനെ കിട്ടിയേ? അപ്പ വിറകും കത്തിയുണ്ട്, യാഗമൃഗം എവിടെ എന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം വാ തുറന്ന് പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. ഓ മൈ ഗോഡ്. പാപ്പ ചാഞ്ഞു വന്നേ. ഐ ഓണർ യു സർ. പാപ്പച്ചാൻ്റെ മകൾ സജന, അല്ലെങ്കിൽ മകൻ ഡാൻ, അച്ഛനോട് പറഞ്ഞു, എനിക്കൊരു ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിച്ചു തരണം കളിക്കാൻ. അല്ലെ, ക്രിക്കറ്റ് ബാറ്റ് വേണ്ട, എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു തരണം, ഒരു ഐസ്ക്രീം. പാപ്പച്ചാൻ പറഞ്ഞു, വേണ്ട, നീ ഇപ്പം ഐസ്ക്രീം കുടിക്കണ്ട. എന്നോട് കേട്ടോണേ, നീ ഇപ്പം ഐസ്ക്രീം കുടിക്കണ്ട, നല്ലതല്ല. പക്ഷെ പാപ്പച്ചാൻ അറിയാം ഐസ്ക്രീം നല്ലതാ, ഇവ ഇപ്പം കുടിക്കണ്ട. മനുഷ്യനാ, ദോഷികളായ പിതാവ് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിക്കുന്നവർക്ക്, ഞാനതാ പറഞ്ഞു വരുന്നത്. ലിസൺ ടു മീ. ഇത് ഈ ലോകത്തിലെ പിതാവാ. എന്നാലും ഈ ഡാൻ പോയി, അല്ല ഈ സജിന പോയി അടുക്കളയിൽ നിന്നുകൊണ്ട് പറയുക, കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പപ്പ ആള് ഭയങ്കര ഡീസൻ്റാ. അടുക്കളയിൽ പോയി പറയുക, ഉറക്കെ വാ തുറന്ന് പറയുക, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പപ്പ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുമെന്ന്. ഇനി മമ്മി എന്തൊക്കെ പറഞ്ഞാലും പപ്പ നല്ല പപ്പായ. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പപ്പ ഐസ്ക്രീം വാങ്ങിച്ചു തരുമെന്ന്.
കൈലി ഉടുത്ത പാപ്പച്ചാൻ വീട്ടിൽ നിന്ന് 10 മിനിറ്റുള്ളിൽ പാൻ്റ് എടുത്തിടും. എന്തിനാണെന്നറിയാവോ? ഇത് കേട്ടിട്ടിരിക്കാൻ പറ്റുമോ പിന്നെ വീട്ടിൽ? ഇങ്ങോട്ട് നോക്കിയേ, ഇത് ഈ ലോകത്തിലെ അപ്പൻ. അതേസമയം ഐസ്ക്രീം ചോദിച്ചു, കിട്ടിയില്ല. കൈപൊക്കല്ലേ, നിങ്ങളുടെ കാര്യം പറയാൻ വരുക. ഐസ്ക്രീം ചോദിച്ചു, കിട്ടിയില്ല. അല്ലെങ്കിലും ഇതൊക്കെ വെറുതെ തട്ടിപ്പാ. ചുമ്മാതെ നമ്മൾ വെറുതെ കേട്ടിട്ട് ഇതെന്തോ സാധിക്കാനാ? ചൂട് ഏറ്റ് തിരുവനന്തപുരങ്ങളിൽ നിന്ന് ഇവിടം വരെ വന്ന് നമ്മൾ ഇവിടെ ഇരുന്നു. എന്ത് ലഭിക്കാനാ? പ്രാർത്ഥിക്കുന്നു, പ്രവചിക്കുന്നു, ഓടുന്നു. അപ്പം ബാൻഡായിട്ടിരിക്കുന്നെങ്കിൽ മുണ്ടെടുത്ത് കൊടുക്കും. ഇത് കേൾക്കുമ്പോ നീ ഐസ്ക്രീം കുടിക്കണമെന്ന് പറയും. ഇന്ന് പകൽ സ്വർഗത്തിലെ അപ്പനെ ഒന്ന് പ്രൈസ് ചെയ്യാൻ പോവാ. ഈ ഭവനത്തിലെ മക്കളെല്ലാം കൂടെ ചേർന്ന് അവനെ ഒന്ന് ഉയർത്താൻ പോവാ. അങ്ങനെ അവനെ ഉയർത്തിയാൽ അവൻ താഴോട്ട് വരുമെന്ന്. യഹോവ ഇറങ്ങി വരുമ്പോൾ, യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറും. നോക്കിയേ, സ്തോത്രം. അടപ്പ് തുറന്ന് നോക്കിയപ്പം ഒരു ഫുഡും ഇരിപ്പില്ല. സ്തോത്രം. അപ്പം സ്തോത്രം. ഉള്ളി അരിയുമ്പം പോലും കരയാത്തവർ ആവശ്യമില്ലാതെ കരയും. അടപ്പ് തുറന്നപ്പോൾ കറി ഇരിപ്പില്ല, അരി ഇരിപ്പില്ല, ഒന്നും ഇരിപ്പില്ല. പക്ഷെ ഈ സാഹചര്യത്തിൽ ദൈവമക്കളോട് പറയാം, വീണ്ടും ജനിച്ചവരോട് പറയുന്നത്, ഈ സാഹചര്യത്തിലും പറയണം, ഐ ആം ബോൺ അഗൈൻ. എന്റെ അപ്പൻ ഇങ്ങനെ ചെയ്യേണ്ടവനാ. ആഹാ, അരിയില്ലയോ? പ്രാർത്ഥന. പിതാവേ, എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. നിന്റെ മകനാ ഞാൻ, നിന്റെ പുത്രനാ ഞാൻ ചൊവ്വ ഇരിക്കേണ്ട നിന്റെ റെസ്പോൺസിബിലിറ്റിയാ. എനിക്ക് ഫുഡ് തന്നാൽ എന്നെ നല്ല ആരോഗ്യം കാണും. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇനി സുവിശേഷം പറയും. എൻ്റെ ജീവിതം നിനക്ക് വേണ്ടിയുള്ളതാ. ഞാൻ ഉറപ്പായും പറയും, സ്വർഗത്തിൽ പിതാവ് നിനക്ക് വേണ്ടി ചലിക്കും. നിങ്ങളുടെ അവകാശങ്ങൾ പിതാവിലുള്ളത് വാ തുറന്ന് പറയണം. താങ്ക് യു. വാ തുറന്ന് അതിനെ റിലീസ് ചെയ്യണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ മലയോട് ചാടി കടലിലേക്ക് പോകാ എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, മലയെക്കുറിച്ച് പറയാനല്ല, മലയോട് പറയണം. ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കും, എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും, അപ്പനോട് ഞാൻ പറയും. പക്ഷെ ഞാൻ ഇന്ന് പകലിൽ പ്രവചനാത്മാവിൽ പറയാം, ഇവൻ അപ്പനോട് പറയുന്നതിന് മുമ്പേ അപ്പൻ ഇവനെ വന്ന് കെട്ടിപ്പിടിച്ചു. ഇന്ന് പകൽ ചിലത് ചോദിക്കാൻ വാ തുറക്കുന്നതിന് മുമ്പ് ആ വിടുതൽ നിന്റെ മേൽ വരും. യെസ്, ചിലത് ചോദിക്കാൻ വാ തുറക്കുന്നതിന് മുൻപേ ആ അത്ഭുതം നിങ്ങളിൽ സംഭവിക്കും. ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയും ഇശ്മായേൽ ജഡീക സന്തതിയുമാ. ജഡീക സന്തതിയാ, വാഗ്ദത്ത സന്തതി അല്ല. വാഗ്ദത്ത സന്തതി അല്ലാത്ത ഇസ്മായേലിന്റെയും ഹാഗാറിന്റെയും കരച്ചിൽ കേട്ട്, വാഗ്ദത്തം പോലുമില്ലാത്ത, വാഗ്ദത്ത സന്തതി പോലുമല്ലാത്ത ഹാഗാറിന്റെ ഇസ്മായേലിന്റെ കരച്ചിൽ കേട്ട് അവരിന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു ഉറവയെ മരുഭൂമിയിൽ ദൈവം തുറന്നെങ്കിൽ, വാഗ്ദത്തത്തിനകത്ത് നിൽക്കുന്ന, ദൈവത്തിന്റെ പ്രോമിസിനകത്ത് നിൽക്കുന്ന, വാ തുറന്ന് വിളിച്ചു പറ. എന്തൊക്കെ കാര്യങ്ങളാ ഇപ്പൊ ഡിലേ ആയിരിക്കുന്നത്, അതെല്ലാം പറ. നടക്കാൻ പോവാന്ന് പറ. ശബ്ദമുയർത്തി പറ. ന്യായപ്രമാണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമായ യോഹന്നാൻ. സക്കരിയ പുരോഹിതന്റെ മകനായ യോഹന്നാൻ സ്നാപകൻ. ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ അധ്യായമാ. വേദപുസ്തകത്തിലെ ഒടുവിലത്തെ ദാസൻ. ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ അധ്യായം. ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ അധ്യായവും ദൈവത്തിന്റെ ദാസനുമായ
യോഹന്നാൻ പബ്ലിക്കായിട്ട് വെല്ലുവിളിച്ച് പറയുകയാണ്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കഴിയുമെങ്കിൽ, യെസ്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് ജീവൻ വെപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. വാ 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 വാ. പുതിയ നിയമത്തിന്റെ അധ്യായം, പുതിയ നിയമത്തിന്റെ അധ്യായം. ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ ഒടുവിലെത്തിയ അധ്യായമായ യോഹന്നാൻ സ്നാപകനെ, നിന്റെ വെളിപ്പാട് എന്നാ ഹയ്യ. കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതിയെ ഉളവാക്കാൻ കഴിയുമെങ്കിൽ എന്നെക്കാൾ ബലവാനായവൻ എന്റെ പിന്നാലെ വരുന്നു.